മന്ത്രി വി എൻ വാസവൻ ചോദിച്ചത് ആരോഗ്യമന്ത്രി ഉരുട്ടിയിട്ടതാണോ തള്ളിയിട്ടതാണോ അങ്ങനെയാണോ ബിന്ദു കൊല്ലപ്പെട്ടത് എന്നാണ് ചോദിക്കുന്നത്. കെട്ടിടം പൊളിഞ്ഞതിന് മന്ത്രി രാജിവെക്കേണ്ടതുണ്ടോ എന്ന ചോദ്യമാണ് CPM-ലെ ചില നേതാക്കന്മാർ ചോദിക്കുന്നത്. കെട്ടിടം പൊളിഞ്ഞതിന് മന്ത്രി രാജിവെക്കണം എന്നല്ല ഞങ്ങൾ ആരും ആവശ്യപ്പെട്ടത്. പാലം പൊളിഞ്ഞതിന്, കൂളിമാട് പാലം അടക്കം പാലം പൊളിഞ്ഞതിന് പൊതുമരാമത്ത് മന്ത്രി റിയാസ് അങ്ങനെയായിരുന്നെങ്കിൽ രാജിവെക്കേണ്ടതായിരുന്നില്ലേ? അങ്ങനെ ഒരു ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചില്ലല്ലോ. സ്കൂളുകൾ തകർന്നതിന്, നിരവധി സ്കൂളുകൾ, പല സ്കൂളുകളും തകർന്ന സംഭവം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പേരിൽ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടിട്ടില്ലല്ലോ. ഇത് ഒരു കെട്ടിടം തകർന്നു എന്ന് മാത്രമല്ല, ആ കെട്ടിടം തകർന്ന സ്ഥലത്ത് ആരോഗ്യമന്ത്രി എത്തിയിട്ട്, സംഭവ സ്ഥലത്ത് ആരോഗ്യമന്ത്രി എത്തിയിട്ട് ഏതാണ്ട് 2.25 മണിക്കൂർ നേരം രക്ഷാപ്രവർത്തനം വൈകിപ്പിക്കാൻ, ഇതൊരു നിസ്സാരമായ അപകടമാണെന്നും 2 പേർക്ക് നിസ്സാരമായ പരിക്കേ പറ്റിയിട്ടുള്ളൂ എന്നും പറഞ്ഞ് രക്ഷാപ്രവർത്തനത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ആരോഗ്യമന്ത്രി നേരിട്ട് ഇടപെട്ടതിന്റെ ദൃശ്യങ്ങൾ, അവരുടെ വർത്തമാനങ്ങൾ മലയാളി മുഴുവൻ കണ്ടതാണ്. ഏതാണ്ട് 2.25 മണിക്കൂർ നേരം ഒരു പാവപ്പെട്ട അമ്മ ആ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങി മരണത്തോട് മല്ലടിച്ചിട്ടാണ് അവർ മരണമടഞ്ഞത്. അവരുടെ ആ വേദന, അവർ സഹിച്ച വേദന ആലോചിക്കുന്ന ഏതൊരു മനുഷ്യനും ന്യായീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ന്യായീകരണങ്ങളുമായിട്ടാണ്, ആ മരണത്തെ പോലും അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളുമായിട്ടാണ് വി എൻ വാസവൻ ഉൾപ്പെടെയുള്ള മന്ത്രി അടക്കം രംഗത്ത് വന്നത്. അതുകൊണ്ട് ഈ സമരം തുടരാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. വരും ദിവസങ്ങളിൽ ഈ സമരം ശക്തമാക്കും.